എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്ക വരട്ടി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് വരിക്കച്ചക്കയാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് അരച്ചെടുക്കണം. മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായും ഇങ്ങനെ ചെയ്തെടുക്കാം. ചക്ക വരട്ടി ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു ക്ഷമ തന്നെ വേണം. കുറേ ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു കൊല്ലത്തേക്ക് നമുക്ക് അടയും പായസമെല്ലാം ഉണ്ടാക്കണ്ടെങ്കിൽ ചക്ക വരട്ടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫ്രീസറിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് മുഴുവനായും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ അടുപ്പിൽ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ ചക്ക വരട്ടിയത് ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. 1 മണിക്കൂറിൽ കൂടുതലെങ്കിലും ഇത് വഴറ്റിയെടുക്കാൻ സമയം വരും. അപ്പോൾ ഇതാ ഇതുപോലെ ഇതിൻ്റെ വെള്ളമെല്ലാം, ഈ ചക്കയിലുള്ള വെള്ളമെല്ലാം ഒന്ന് ആറ്റിയെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് എടുക്കാം. ഞാനിവിടെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നല്ല മധുരമുള്ള ചക്കയായതുകൊണ്ട് മധുരം അധികം ചേർക്കണമെന്നില്ല, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ആകെ ഇട്ട് കൊടുത്തത് 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയമോദകം പൊടിച്ചതും ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ് അതിട്ട് കൊടുക്കാത്തത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ വയറ്റിലെല്ലാം നല്ല സുഖമാണ്. ഇനിയിപ്പോൾ തുടരെ ഇത് ഇളക്കിയെടുത്ത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിയെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കൂടി ഇത് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലാക്കി ഫ്രീസറിലാണ് വെക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഈ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം തണുക്കുന്ന ആ സമയം കൊണ്ട് തന്നെ ഇത് നല്ല പാകമായിട്ട് വരും. ഇപ്പോൾ ഇതാ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പാത്രം നല്ലതുപോലെ കഴുകി ഉണക്കി തുടച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ ചക്ക വരട്ടിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.